ഇന്ത്യക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്ന രാജ്യത്തിന്റെ പേര് റഷ്യയാണ്. ആ റഷ്യ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് മറ്റൊരു സഹായവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് റഷ്യ നിർമ്മിച്ച പടക്കപ്പലുകൾ, ഒരു പടക്കപ്പൽ നൽകാൻ തീരുമാനമായിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും റഷ്യ എല്ലാ കാലത്തും ഭാരതത്തിൻ്റെ ഉറ്റ ചങ്ങാതിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് റഷ്യയ്ക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഭാരതം റഷ്യയ്ക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്നതും അതുകൊണ്ടാണ്. അത് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഒന്നും അക്കാര്യത്തിൽ വ്യത്യാസമില്ല. നമ്മൾ റഷ്യയുടെ നയങ്ങൾക്ക് കൃത്യമായ ഒരു പിന്തുണ എല്ലാ കാലത്തും ഭാരതം നൽകി വന്നിരുന്നു. ഇപ്പോഴിതാ നേരത്തെയുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യ നിർമ്മിച്ച ഒരു പടക്കപ്പൽ കൂടി ഇന്ത്യക്ക് കൈമാറുകയാണ്. നേരത്തെ ഒരെണ്ണം കൈമാറിയിരുന്നു. തുഷീൽ എന്നു പേരുള്ള ഒരു INS തുഷീൽ എന്നു പേരുള്ള ഒരു പടക്കപ്പൽ കൈമാറിയിരുന്നു. ഇപ്പോൾ കൈമാറുന്നത് INS തമൽ. അതായത് അതിൻ്റെ മുഴുവൻ പേര് ഞാൻ പറയാം. അതൊരു ഈ സ്റ്റെൽത്ത് കപ്പലാണ്, സ്റ്റെൽത്ത് ക്വാളിറ്റിയുള്ള കപ്പലാണ്. അതായത് തൽവാർ ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് INS തമൽ. അത് ഈ മാസം 28-ന് സേനയ്ക്ക് കൈമാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കപ്പലിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഇതിൽ ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മാത്രമല്ല ഇതിന് 3900 ടൺ ഭാരമുണ്ട് ഈ കപ്പലിന്. ഇത് ഒറ്റയ്ക്കും വിമാനവാഹിനി വ്യൂഹത്തിൻ്റെ ഭാഗമായും ഉപയോഗിക്കാനാകുന്ന കപ്പലാണ്. അതുപോലെ ഹെലികോപ്റ്ററുകൾ ഇതിൽ ഇറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വിവിധ ഈ അന്തർവാഹിനികൾ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക സവിശേഷമായ ചില ഗുണങ്ങൾ അതിനുണ്ട്. ഈ നമ്മുടെ ഈ പറയുന്ന അന്തർവാഹിനികളെയും അതുപോലെ തന്നെ അന്തർവാഹിനികൾ വിന്യസിക്കുന്ന ടോർപിഡോകളെയും മിസൈലുകളെയും ഒക്കെ ഇതിനെ അതിജീവിക്കാൻ, അത് കണ്ടെത്തി നശിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഈ വളരെ വേഗത്തിൽ സഞ്ചരിക്കാനും ഈ കപ്പലിന് സാധിക്കും. ഇത് ഈ തുഷീൽ എന്ന് പറയുന്ന കപ്പൽ കമ്മീഷൻ ചെയ്ത് അത് ഇന്ത്യൻ സേനയുടെ കൈവശം എത്തിക്കഴിഞ്ഞു. അത് റഷ്യയിൽ നിർമ്മിച്ച് 8 രാജ്യങ്ങളിൽ കൂടെ സഞ്ചരിച്ച്, അതായത് ഏതാണ്ട് 12,500 മൈൽ സഞ്ചരിച്ചിട്ടാണ് അത് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ നാവികസേനയുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ വരാൻ പോകുന്ന കപ്പൽ അതും താമസിയാതെ നാവികസേനയുടെ ഭാഗമാകും. അത് ജൂണിൽ കമ്മീഷൻ ചെയ്യും എന്നാണ് രാജ്നാഥ് സിംഗിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഇതിൽ ഘടിപ്പിക്കാൻ കഴിയും എന്നൊരു ഏറ്റവും വലിയ സവിശേഷത കൂടി ഇതിനുണ്ട്. അപ്പോൾ നാവികസേനയുമായി ബന്ധപ്പെട്ടാണല്ലോ കൂടുതൽ കപ്പലുകൾ വാങ്ങുന്നു, കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമവുമായെല്ലാം ഇന്ത്യ സൈനികർ, നാവികസേന ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിൻ്റെ കാരണം ചൈനയാണ്. ചൈന നമ്മുടെ ഈ ബേ ഓഫ് ബംഗാൾ അടക്കമുള്ള ഇന്ത്യൻ സമുദ്രത്തിൻ്റെ നമ്മുടെ കിഴക്കൻ ഭാഗത്ത് വലിയ തോതിൽ ചൈനയ്ക്ക് സ്വാധീനമുണ്ട്. ചൈന അവിടെ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും അവിടുന്ന്, അതായത് ചൈനയുടെ അവിടുന്ന് തന്നെ തുടങ്ങി ഇങ്ങ് ശ്രീലങ്ക വരെയുള്ള ആ സമുദ്രപാത ഒക്കെ ചൈന വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. അവിടെ നിരവധി രാജ്യങ്ങൾ, ഈ സപ്തസുന്ദരികൾ എന്ന് പറയുന്ന 7 രാജ്യങ്ങൾ ചൈന സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യക്കൊരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് 2014 നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ ആദ്യം ചെയ്തത് നമ്മൾ ചൈനയുടെ ഈ സ്വാധീനം കുറയ്ക്കാനുള്ള ഇടപെടലുകൾ നടത്തി നയതന്ത്ര തലത്തിൽ. അതുപോലെ തന്നെ സൈനികമായും നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്തുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. നാവികസേനയ്ക്ക് കൂടുതൽ അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നമുക്ക് ഈ സൈനിക താവളങ്ങളുണ്ടായി, നാവികസേനയുടെ താവളങ്ങളുണ്ടായി, അതുപോലെ വ്യോമ താവളങ്ങളും ഉണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ സൈന്യത്തിന് അവിടെ എത്താൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അത് ചൈനയുടെ ഈ ഭീഷണി, ചൈന അവിടെ വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തുകയും പ്രത്യേകിച്ചും ചൈനീസ് നാവികസേന അവിടെ വാസമുറപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് ഈ പല തന്ത്രപ്രധാന മേഖലകളിലും. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ ശ്രദ്ധിച്ചാണ് ആ മേഖലകളിൽ കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പോഴിതാ ഈ തമൽ, INS തമലിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് 200 നാവികസേനാംഗങ്ങൾ, നമ്മുടെ സേനയിലെ 200 അംഗങ്ങൾ റഷ്യയിൽ അതിൻ്റെ പരിശീലനത്തിലാണ്. അവർ താമസിയാതെ പരിശീലനം പൂർത്തിയാക്കി ആ കപ്പലുമായിട്ട് അവിടുന്ന് യാത്ര തിരിക്കും. വൈകാതെ അത് നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി നമ്മുടെ സമുദ്രാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 2016 നമ്മൾ ഈ കരാറിൽ ഏർപ്പെട്ടത്. ഏതാണ്ട് 10 വർഷമാകുന്നു. നമുക്ക് ഒരു കപ്പലാണ് നിർമ്മിച്ച് കിട്ടിയത്. ഇപ്പോൾ 2ാമത്തെ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നു. ഇനിയും അതുപോലെ കപ്പലുകൾ നിർമ്മിക്കാനുണ്ട്. ഇപ്പം നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന കപ്പലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്റ്റെൽത്താണ്.
ഇതിന് കൃത്യമായിട്ടും ഈ കടന്നു വരുന്ന മിസൈലുകളെയും ഇതിന് നേരെ വരുന്ന ടോർപിഡോകളെയും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതിന് മാത്രമല്ല, റഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ മറ്റ് ടോർപിഡോകളുടെയും മറ്റ് കപ്പലുകളുടെയും ഒക്കെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയും. ഇതിന് വളരെ പെട്ടെന്ന് തന്നെ ഇത് ആ രീതിയിൽ ഈ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിച്ചു വരുന്ന അന്തർവാഹിനികളെ ഒരേ സമയം തിരിച്ചറിയാനും ഒപ്പം ഇതിൻ്റെ അന്തർവാഹിനികൾ, ഇതിനോടും ചെറിയ ചെറിയ അന്തർവാഹിനികളുണ്ട്. ഇന്ത്യയുടെ നാവികസേനയുടെ ശക്തി അറിയാൻ ഇപ്പോഴുള്ള സമയത്ത് തന്നെ നാം പരിശോധിച്ചാൽ അറിയാൻ കഴിയും. അതെ, ഈ നാവികസേനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ നീക്കങ്ങളാണ്. അത് നാവികസേനയുമായി ബന്ധപ്പെട്ടാണ്. തീർച്ചയായും. അപ്പോൾ അതിനൊരു തിരിച്ചടി എന്നോണം ലോകത്തെ കാണിക്കാനാണ് തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഒരു കപ്പൽ എത്തിയിരിക്കുന്നത്. ഒരു തുളവീണ കപ്പൽ അവിടെ കൊണ്ട് പാകിസ്ഥാൻ തുറമുഖത്ത് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റെൽത്ത് കപ്പലിന് വലിയ മാനങ്ങളുണ്ട്, അതിന് വലിയ കഴിവുകളുണ്ട്. അത് ഈ ശത്രു രാജ്യങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. അതിന് നേരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതിന് നേരെ വരുന്ന മിസൈലുകളെയും ടോർപിഡോകളെയും ഒക്കെ അതിന് നശിപ്പിക്കാൻ സാധിക്കും, അന്തർവാഹിനികളെ കണ്ടെത്താൻ സാധിക്കും. ഒപ്പം ഈ പറയുന്നത് പോലെ റഡാറിൻ്റെ കണ്ണ് വെട്ടിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരുപാട് ചെറിയ ചെറിയ മിസൈലുകളും മറ്റുമൊക്കെ ഇതിൽ ഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെ വലിയ രീതിയിൽ പ്രത്യേകതകളുള്ള ഒരു കപ്പലാണ്, പടക്കപ്പലാണ് റഷ്യ നമുക്ക് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സൈന്യത്തിന്, ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടാകുമെന്ന് തീർച്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വശത്ത് നമ്മൾ ഈ പാകിസ്ഥാനെ മാത്രമേ നമ്മൾ മുമ്പിൽ കാണുന്നുള്ളൂ. പക്ഷെ പാകിസ്ഥാൻ്റെ പുറകിൽ ഇതുപോലെ ചൈനയും തുർക്കിയും അങ്ങനെ ചില ഈ ഹമാസിൻ്റെയും മുസ്ലിം ബ്രദർഹുഡിൻ്റെയൊക്കെ ഇടപെടലുകളുണ്ട്. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഭീകരരെ സംബന്ധിച്ച്, ഭീകരത അമർച്ച ചെയ്യുന്നത് സംബന്ധിച്ച് ഇന്ത്യക്ക് സത്യത്തിൽ അതൊരു വലിയ വെല്ലുവിളിയല്ല. കാരണം നമ്മുടെ സൈനിക സംവിധാനത്തിൻ്റെ മുന്നിൽ ഈ നിഴൽ യുദ്ധം നടത്തുന്ന, ഒളിച്ചു കളിക്കുന്ന ഭീകരന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതൊരു സത്യമാണ്. പക്ഷെ അവരെ പരിശീലിപ്പിക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന സൈനിക ശക്തികൾ ഇതിൻ്റെ പുറകിലുണ്ട്. അത് പാകിസ്ഥാനുണ്ട്, ചൈനയും ഇക്കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ലോകക്രമം വെച്ച് ചൈനയ്ക്ക് നമ്മളോട് പെട്ടെന്ന് ഏറ്റുമുട്ടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാനെ പരിധിയിൽ കഴിഞ്ഞ് ചൈനയുടെ സഹായം കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഒരു വലിയ അനുഗ്രഹമാണ്, പ്രത്യേകിച്ചും ഈ വലിയ വെല്ലുവിളിയും ഒരു എന്താ പറയേണ്ട ഒരു യുദ്ധസമാനമായൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തിന് നേരെ വന്നിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കപ്പൽ, റഷ്യ നിർമ്മിച്ച് നൽകുന്ന ഈ കപ്പൽ കമ്മീഷൻ ചെയ്യുന്നതും അത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്നതും വലിയൊരളവ് വരെ നമുക്ക് അനുഗ്രഹമാണ്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഈ റഷ്യയുടെ പിന്തുണ ഇന്ത്യക്ക് ഒരിക്കലും തള്ളിക്കളയാവുന്നതല്ല. ഇന്ത്യക്ക് ഒരിക്കലും അത് നിഷേധിക്കാൻ കഴിയില്ല, അതിനെ അവഗണിക്കാൻ കഴിയില്ല. റഷ്യ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ എപ്പോഴൊക്കെ നമുക്ക് നേരെ ഭീഷണികൾ ഉയർന്നോ, നമുക്ക് നേരെ സമ്മർദ്ദങ്ങൾ ഉയർന്നോ, അപ്പോഴെല്ലാം റഷ്യ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പണ്ട് 71 ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം നടക്കുന്ന അവസരത്തിൽ അമേരിക്ക ഭീഷണി മുഴക്കി, 7ാം കപ്പൽപ്പട അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് എന്ന് ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ അവർ ഭീഷണി മുഴക്കി. അന്ന് ഇന്ദിരാഗാന്ധി ഒരു മറുപടി പറഞ്ഞു. ആ മറുപടി നൽകാൻ ഇന്ദിരയെ പ്രാപ്തയാക്കിയത്, ഇന്ദിരയെ പ്രേരിപ്പിച്ചത് റഷ്യയാണ്. കാരണം റഷ്യയുടെ പിന്തുണ, അകമഴിഞ്ഞ പിന്തുണ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ദിരയ്ക്ക് പറയാൻ കഴിഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പൽപ്പടയെ അവിടുന്ന് അയക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ വന്നാൽ അവർ തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും എന്ന് ഒരു നല്ല ചുട്ട മറുപടി കൊടുക്കാൻ അന്ന് ഇന്ദിരയ്ക്ക് സാധിച്ചു. അതിന് സഹായിച്ചത് റഷ്യയാണ്. ആ നന്ദി നമ്മൾ ഒരിക്കലും അവരോട് മറക്കാൻ പാടില്ല. ആ സ്മരണ നമുക്കെന്നും ഉണ്ടായിരിക്കണം. എന്തായാലും എല്ലാ കാലത്തും റഷ്യ ആകുന്നത്ര നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റൊരു രാജ്യം കൂടി നമ്മളെ അകമഴിഞ്ഞ് അങ്ങനെ പിന്തുണയ്ക്കാനുണ്ട്, അത് ഇസ്രയേലാണ്. എന്തായാലും ഈ റഷ്യയുടെയും ഇസ്രയേലിൻ്റെയും നിസ്സീമമായ പിന്തുണ, സഹായം നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്.